പ്രണയാനുരാഗം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആരൊക്കെയോ മുറുകെ പിടിച്ചിരുന്ന തന്റെ കൈകൾ പിടിച്ച് അവന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. ഷർട്ടിന്റെ കോളിൽ പിടുത്തമിട്ടിരുന്നവൾ. നീയല്ലേ എന്റെ ആദ്യേട്ടനെ കൊന്നു നിങ്ങള്? അവനെ പിടിച്ചു വലിച്ച് അവൾ കരഞ്ഞ് തളർന്നിരുന്നു. കണ്ണു മലർന്ന് കൈ കുഴഞ്ഞ് വാടിയ താമരത്തണ്ട് പോലെ ഊർന്നു പോയവളെ അവന്റെ ബലിഷ്ഠമായ കൈ താങ്ങി പിടിച്ചു. അവന്റെ കണ്ണൊരു വേള അവളിലേക്ക് ചലിച്ചു. പാറിപ്പരന്ന മുടി നെറ്റിയിലും കഴുത്തിലും വിയർപ്പിനാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. നെറ്റിയിലെ സിന്ദൂരം പടർന്നു പിടിച്ച് വിയർപ്പിനാൽ കലർന്ന് കഴുത്തിൽ പറ്റിപ്പിടിച്ചെടുക്കുന്ന താലിയും കണ്ടപ്പോൾ അവന്റെ കണ്ണ് കുറുകി. അവളെ താങ്ങിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലേക്ക് കിടത്തി. സാറേ, ഇതാ ചെക്കൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാ. ഇതിന്റെ കഴുത്തിലിട്ട് അവൻ കുരിക്ക്. ഇവനൊക്കെ എങ്ങനെ ഈ കിളുന്നു പെൺകൊച്ചുങ്ങളെ ഒപ്പിക്കുന്നു ആവോ? അതിനെങ്ങനെയാ? ഒരു ബൈക്കും ഫോണുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വേണോ? ചെറിയ ചേട്ടാ, കുറച്ച് വെള്ളം എടുക്ക്. കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞവൻ. ആ സമയം തന്നെയായിരുന്നു അവന്റെ ഫോൺ റിങ് ചെയ്ത്. എന്താടാ, കിട്ടിയവനെ? അവ ചത്തോ? ചോദിക്കുമ്പോൾ ദേഷ്യത്താൽ മുറുകിയിരുന്നവന്റെ മുഖം. ഫോൺ വെച്ച് ദേഷ്യത്താൽ ചാടി എഴുന്നേറ്റ് ക്യാബിൻ ഡോറിൽ അകത്തേക്ക് പോയിരുന്നവൻ. പതിച്ചിരിക്കുന്ന പേര് ലൈറ്റിന്റെ പ്രകാശത്തിൽ മിന്നി. ACP രുദ്രദേവ് IPS. മുഖത്ത് വെള്ളത്തുള്ളികൾ വീണതും ചിമ്മി തുറന്ന് കണ്ണുകൾ അവൾ. ചുറ്റിലും നിന്ന് തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന പോലീസ് യൂണിഫോം അണിഞ്ഞ കുറച്ചു പേർ. പേടിയോടെ നാലുപാടും കണ്ണുകൾ ചലിച്ചു. എഴുത്തിൽ കിടക്കുന്ന മഞ്ഞ സൈഡിൽ കൊരുത്തി പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായി ശ്രമിച്ചു അവൾ. സാറേ, എന്റെ ആദ്യമായിട്ട് എനിക്ക് കാണണം. കരഞ്ഞുകൊണ്ട് അവിടെ കൈ പിടിച്ചവൾ. അവൻ ചതിയനാ കൊച്ചേ, നീ എങ്ങനെ വിട്ടു? പല പെൺകുട്ടികളെയും ചതിച്ചിട്ടുണ്ടവൻ. കോച്ചാ ചരടങ്ങ് ഊരിക്കളാ പറഞ്ഞുകൊണ്ട് അവർ അവൾക്ക് നേരെ കൈ നീട്ടി. കഴുത്ത് പൊത്തി പിടിച്ച് ഇല്ല എന്ന് തലയാട്ടി. കണ്ണുകൾ നിർത്താതെ പെയ്തു. ഇല്ല, നോണയാ. ആദ്യമായിട്ടും പാവ. ഇനി ഒരുപാട് ഇഷ്ടം. ഇനി ഞങ്ങളുടെ കല്യാണമായിരുന്നു. അയാളാ എന്റെ ആദ്യം കള്ളം പറയുക. ആ പെണ്ണ് ഏങ്ങലടിച്ച് പറഞ്ഞു. ആരാടി കള്ളം പറയുന്നത്? നിന്റെ തന്തയോ? ചോദിച്ചുകൊണ്ട് ഡോറിന്ന് അവൾക്ക് നേരെ ചീറി അടുത്തിരുന്നു രുദ്രൻ. സാറേ, ആ കൊച്ചതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ ഇരുവരുടെയും നടുവിലായി കയറിയുന്നുകൊണ്ട് പറഞ്ഞു. രമ്യയോട് ഞാൻ ചോദിച്ചോന്ന് അവൻ അവരുടെ നേരെ അലറി. ഇല്ല സർ, ആ കൊച്ച് പേടിച്ചിരിക്കുക. അതെ ഞാൻ. രമ്യ വാക്കിൽ കിട്ടാതെ ഉടറി. കുറച്ച് വിഷമിക്കട്ടെ രമ്യ. വളർത്തി വലുതാക്കി അച്ഛനമ്മ മാറിയിട്ട് കണ്ടന്മാരുടെ കൂടെ പോകുന്നവന്മാർക്ക് ഇങ്ങനെ തന്നെ വരണം. ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിൽ കിടന്നേനെ. കൊണ്ടുപോയി വിറ്റാനാവും നിന്നെ. അവൻ വിറ്റ പലരിൽ ഒരാളായി നീയും കൂടി. അവിടെ കിടന്ന കസേര കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവന്റെ മുഖം. ചെവി പൊത്തി അവൾ നിലത്തേക്കിരുന്നു. ഇല്ല, നുണയെ നിങ്ങൾ പറയുന്നേ. അത്രയ്ക്ക് എന്റെ ആദ്യമായിട്ടും പാവ. ഞങ്ങൾ പോലീസുകാർ പറയുന്ന നുണ, നിന്നെ മാറ്റവും പറയുന്നത് ശരി അല്ലേ? ഈ സാറിന് ഇതെന്താ പറ്റിയത്? ഇത്ര കരിപ്പാതും പെൺകുട്ടികളോട് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ? വനിതാ കോൺസ്റ്റബിൾസ് ചെവിയിൽ പരസ്പരം അടക്കം പറഞ്ഞു. പൊന്നുമോളിൽ നിന്നും കണ്ണു നോക്ക് നിന്റെ മറ്റവന്റെ ലീലാവിലാസങ്ങള്. അവൻ പുഴയിൽ ചാടിയപ്പോ വീണുപോയതാ. അവനെ കൊടുക്കാനുള്ള തുമ്പ് പറഞ്ഞുകൊണ്ടൊരു ഫോൺ അവൾക്ക് നേരെ നീട്ടി വെറിയാർന്ന കൈകൾ കൊണ്ടത് വാങ്ങിയവൾ. അതിലെ ഓരോ ഫോട്ടോസും കാണുമ്പോൾ തകർന്നു ആ പെൺഹൃദയം. കണ്ണുനീർ കാഴ്ചയെ മറച്ചു. പല പെൺകുട്ടികളുമായി നിൽക്കുന്ന തന്റെ ആദ്യേട്ടൻ. പലതും കാണാൻ പറ്റാത്ത രീതിയിലുള്ളവ. അവരുടെ നഗ്നമായ ശരീരത്തിൽ ചേർന്ന് കിടക്കുന്ന തന്റെ ആദ്യേട്ടൻ. കണ്ടതത്രയും വിശ്വസിക്കാനാവാതെ ഇരുന്നു. തല കറങ്ങുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ നിലത്തേക്ക് ഊർന്നിരുന്നു. ആരോ പിടിച്ച് ബെഞ്ചിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയവളെ. തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ വാക്കുകളിലെ പരിഹാസം നോവിച്ചു. അവൾ മുഖം കുനിച്ചിരുന്നു. കൊച്ചിനെ എങ്ങോട്ടാ പോകണ്ടെന്ന് പറ, കൊണ്ടാക്കാം. അലി വേണ്ട, വേണ്ടപ്പെട്ടവരുടെ നമ്പരുതാ, ആരും വിളിക്കാം. ഒരു പോലീസുകാരെ അടുത്ത് വന്ന് പറഞ്ഞു. ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ അങ്ങനെ തന്നെ ഇരുന്നു അവൾ. പറവച്ചേ, എന്തെങ്കിലും ഒന്ന് പറവച്ചേ. മനുഷ്യനെ മെനക്കെടുത്താതെ. ഒന്നാമതേ വൈകുന്നു. രാത്രിക്ക് മുമ്പ് പോകാൻ നോക്ക്. വീട്ടുകാർ പരാതി എന്തെങ്കിലും തരുന്നതിന് മുമ്പ് വീട് പറ്റാൻ നോക്ക്. അയാൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ചെവി ആരോ കുട്ടിയടച്ച പോലെ. കൊച്ചിന്റെ പേരെന്താ? ഒരു വനിതാ കോൺസ്റ്റബിൾ അവിടെ തോൾ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഒരു ഞെട്ടിലോടെ ഉണർന്നവൾ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവർ കെട്ടിപ്പിടിച്ചു. ആ കരച്ചിൽ അവിടെ നിറഞ്ഞു നിന്നു. മോളുടെ പേരെന്താന്ന്? ഗൗരി നന്ദ. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആരും അറിയണ്ട, അവന്റെ പേരിലാ കേസ്. പിന്നെ 1.5 കിലോ കഞ്ചാവും പിടിച്ച ആ ചെക്കൻ്റെ അടുത്ത് നിന്ന്. ഇതുപോലുള്ള ചതിയന്മാരുടെ കയ്യിൽ ഇനി പെടലേ മോളെ. എനിക്കുണ്ട് നിന്റെ ഇതേ പ്രായത്തിൽ 2 പെൺമക്കള്. ഡ്യൂട്ടി കഴിഞ്ഞ് സാറ് ഇറങ്ങാൻ നിൽക്കുക. മോള് ചെല്ലും, സാറ് കൊണ്ടാക്കും. പേടിക്കണ്ട, സാറ് പാവ. ചെല്ല്. സീതേച്ചി, വന്ന് കയറാൻ പറ പെണ്ണിനോട്. രുദ്രൻ ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. പുറകെ വിറക്കുന്ന കാലുകളാൽ അവളും. അവൾ ജീപ്പിലേക്ക് കയറി. ഇരുട്ടിനെ കീറി മുറിച്ച് ആ ജീപ്പ് മുന്നോട്ട് പാഞ്ഞു. എവിടെ ഇറങ്ങേണ്ടെന്ന് വെച്ചാൽ പറയണം, അല്ലാതെ ഗണിച്ചു നോക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല. പാല. നേരത്തെ സ്വരത്തിൽ ഏങ്ങലടിയോടെ പറഞ്ഞവൾ. പാലയിലെവിടെയാ? വീണ്ടും ചോദിച്ചവൻ. മൗനമായിരുന്നു ഉത്തരം. വെളിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവളെ കണ്ടതും അവന് ദേഷ്യം ഇരച്ചു കയറി.
നാക്കിലടി നിനക്ക്. വലിയൊരു അലർച്ചയോടെ ആ ജീപ്പ് ബ്രേക്ക് ഇട്ടു. അവിടെ നിർത്തിയവൻ. അവളത് കണ്ടതും പേടിയോടെ മുഖം കുത്തി കരഞ്ഞു. എന്തു പറഞ്ഞാലിരുന്ന് മോയിക്കോളും, നാശം പിടിക്കാൻ. നേരത്താണോ തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്? അവനെ കിട്ടിയതുമില്ല. നീ നോയിക്കോ, നിന്റെ മറ്റവനെ ഞാൻ പൊക്കിയിരിക്കും. എത്ര പെൺകുട്ടികളുടെ ജീവിത പന്ന നാറി. പറഞ്ഞുകൊണ്ട് കൈ സ്റ്റിയറിംഗിൽ ശക്തിയായി ഇടിച്ചു. ഞെട്ടിപ്പോയി അവൾ. ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. അവർക്ക് മുമ്പിൽ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു. അക്ഷമയോടെ ഇരുന്ന് രുദ്രൻ. പറയടി, എങ്ങോട്ടാ പോകേണ്ടെന്ന് ചോദിച്ച് പുറകോട്ട് തിരിഞ്ഞു. പക്ഷെ അവിടെ ഇരുന്നിരുന്ന സീറ്റ് കാലിയായിരുന്നു. ഒരു നിമിഷം ഞെട്ടി പുറത്തേക്ക് ഇറങ്ങി. മങ്ങിയ ആ വെളിച്ചത്തിൽ നാലുപാടും ചുറ്റും നോക്കിയവൻ. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ ഷോൾ കൊണ്ട് അമർത്തി തുടച്ച് ഉറച്ച കാൽവെപ്പോടെ നടന്നവൾ ആ പാളത്തിലൂടെ തനിക്ക് പുറകിൽ ഇരമ്പി വരുന്ന മരണത്തിന് സ്വയം ഏറ്റുവാങ്ങാനായി. അമ്മേ, ഞാൻ വരും അമ്മയുടെ അടുത്തേക്ക്. എനിക്ക് ആരുമില്ല, ഞങ്ങൾക്ക് മാത്രം എന്തെങ്കിലും എല്ലാവരും ചതിക്കുക. വാക്കുകൾ കരച്ചിലായി പുറത്തേക്ക് വന്നു. കാതടിപ്പിക്കുന്ന ഒച്ചയോടെയും വെളിച്ചത്തിന്റെ അകമ്പടിയോടെയും അവളുടെ അടുത്തേക്ക് അടുത്തു വരുന്ന കണ്ണുകൾ ഇറുക്കി അടച്ചതും ഒരു കൈ അവളെ വലിച്ചു ഉറച്ചൊരു നെഞ്ചിലേക്ക് വീണ് അവളെ തോളിൽ പിടിച്ച് നേരെ നിർത്തി. ആ മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടു കോപത്താൽ നിന്ന് കത്തുന്ന രുദ്രനെ. അവൻ എന്തൊക്കെയോ നിന്ന് അലറുന്നുണ്ടായിരുന്നു. കാതടിപ്പിക്കുന്ന ട്രെയിനിന്റെ ഇരമ്പിലൊന്നും കേട്ടില്ല. മുഖം താഴ്ത്തി നിന്നു. അവളെ ഒന്നും കൂടെ പിടിച്ച് നേരെ നിർത്തി. അവന്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. കീട്ടിയാടിയിൽ നിലത്തേക്ക് തെറിച്ച് വീണവൾ ഉമിനീരിന് ചോരച്ചുവ. എന്നെ കൂടി കൊല കൊടുക്കാനോട് എണ്ണം കിട്ടവളെ നീ ചാകാൻ ഇറങ്ങിയത്? ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ചാകാനായിട്ട് പോയിരിക്കുന്നു. നീ ചാവോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അത് നിന്റെ സ്വന്തം വീട്ടിലായിരിക്കണം. പറയുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. വാടിങ്ങോട്ട്. അതും പറഞ്ഞ് ആളുടെ കൈ പിടിച്ച് വലിച്ചു അവൻ. നിലത്തേക്ക് വീണു പോയിരുന്ന ഗൗരി വാടിയ താമര തണ്ടുപോലെ കിടക്കുന്നവളെ എളിയിൽ കൈകുത്തി നോക്കി നിന്ന് രുദ്രൻ. നാശം പിടിക്കാൻ ഇനി ഈ സാധനത്തിനെ ചുമക്കണല്ലോ. മനസ്സിലോർത്തുകൊണ്ട് അവളവൻ കൈക്കുള്ളിലെടുത്ത് ജീപ്പിന്റെ മുൻ സീറ്റിലിരുത്തി ബെൽറ്റ് ഇട്ട് കൊടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഏതോ ഒരു ഓർമ്മ ഓടി വന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ താലിൽ കണ്ണുടക്കിയതും ജ്വലിക്കുന്ന കോപത്തോടെ അവളിൽ നിന്ന് അകന്നു മാറി ദേഷ്യത്താൽ ബോണറ്റിൽ ശക്തിയായി ഇടിച്ചു. ശേഷം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കുറച്ചു മാറി കാതോട് ചേർത്തു. കണ്ണുകൾ വലിച്ചോർക്കാൻ ശ്രമിച്ചതും എവിടേക്കോ വേദനിക്കുന്നതായി തോന്നി. തലനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. താൻ ജീപ്പിലാണെന്ന് മനസ്സിലായതും ഇറങ്ങാൻ നോക്കി. തല ചുറ്റുന്നതായി തോന്നിയതും സീറ്റിലേക്ക് തന്നെ ചാരിയിരുന്നു. ഗൗരി കണ്ടു അരണ്ട വെളിച്ചത്തിൽ കുറച്ചു മാറി ആർക്കോ ഫോൺ ചെയ്യുന്നവനെ. ഇടക്കാള് നോക്കുന്നുണ്ട്. എന്തോ പേടി തോന്നിയില്ല അവൾക്ക്. അയാളുടെ അടുത്ത് താൻ സുരക്ഷിതയാണെന്ന് ആരോ പറയാതെ പറയും പോലെ. അവൻ ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ക്ലേശ് അവളെ നോക്കിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഇനിയും ചാകാനെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ പറയണം. പിന്നെ ചാവാനൊക്കെ ആരെ കൊണ്ടും പറ്റും, പക്ഷേ ജീവിച്ച് കാണിക്കാനാ പാട്. എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് പറ, ഞാൻ കൊണ്ടാക്കാം. പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ണ് അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ദേ വീണ്ടും തുടങ്ങി അവൾ കരച്ചില്. ഒന്ന് നിർത്തുവോ? അല്ല നിനക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് തലയാട്ടി ഗൗരി. അടിപൊളി, ഇപ്പൊ എല്ലാം ഏകദേശം തെളിഞ്ഞു. ഇനിയിപ്പൊ എങ്ങോട്ടേക്കാണ് അവ പോവേണ്ടത്? അതൊന്നും അവിടുന്ന് തിരുവായി കൊണ്ട് മൊഴിഞ്ഞാ കൊള്ളാമായിരുന്നു. പുച്ഛം നിറഞ്ഞ വാക്കുകളാൽ പറഞ്ഞു രുദ്രൻ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു പൂർത്തിയാക്കാനാവാതിരുന്നു അവൾ. ജോലി ഉണ്ടാക്കി കൊടുക്കലല്ലേ എന്റെ പണി, ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് ആൾ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും. ഇതുപോലാത്ത കഷ്ടാണ്. വേണ്ട, ഇറങ്ങണ്ട, ഞാനും നോക്കട്ടെ. നീ എവിടെയെങ്കിലും പോയി ചത്താ ഞാൻ ഉത്തരം പറയേണ്ടി വരും. ചുമന്നു പോയില്ലേ, ഇനി ഇറക്കാതിരിക്കാനാവില്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെയറിംഗ് തിരിച്ചു. അവർ ചെന്ന് നിന്ന് ഒരു ഇരുനില വീടിന്റെ മുന്നിലാണ്. ആൾ ഉറങ്ങാതെ പേടിയോടെ നോക്കിയിരുന്നു. ഇറങ്ങ്, അതോ ഇനി വിളക്കെടുത്ത് എതിരേൽക്കണോ? ആളുടെ മുഖത്തെ പേടി വായിച്ചെടുത്തുകൊണ്ട് ചോദിച്ചവൻ. പേടിക്കണ്ട, നിന്റെ മറ്റവനെ പോലെ ഒരു ചെറ്റയില്ല ഞാൻ. അതും പറഞ്ഞ് കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങിയതും അകത്തുനിന്നും വാതിൽ തുറന്ന് ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരാൾ ഇറങ്ങി വന്നു. മോൻ എന്താ ഇത്ര താമസിച്ച്? അപ്പോഴാണ് അവന്റെ പുറകിലായി പേടിയോടെ നിൽക്കുന്നവളെ കണ്ടത്. ആളുടെ മാഞ്ഞു തുടങ്ങിയ സിന്ദൂരവും കഴുത്തിലെ താലിയും അയാൾ നോക്കിയിരുന്നു. കണ്ണുമീഴ്ച അവനെയും നോക്കി. ആ മുഖത്ത് സന്തോഷം നിറഞ്ഞു. കണ്ണുകളിൽ നീർത്തിളക്കം കണ്ടു. അധികം സന്തോഷിക്കണ്ട, ഇത് ഞാൻ കിട്ടിയെടുത്തല്ല. ഗൗരി നോക്കി കോപത്തോടെ പറഞ്ഞിരുന്നു. ആ മുഖം പെട്ടെന്ന് ഇരുണ്ടു. ആരാണെന്നറിയാതെ വീണ്ടും അവനെ നോക്കി അയാൾ. വഴി കിടന്ന് കിട്ടിയതാ, എന്തായാലും കുഴപ്പമുണ്ടോ? എന്തൊക്കെ അറിയണേ കിളവിന്. ദേഷ്യത്തോടെ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. എന്താ ആലോചിച്ച പോലെ പെട്ടെന്ന് തിരിഞ്ഞു. ആ പെണ്ണിനൊരു മുറി കൊടുത്തേക്ക്. അതും പറഞ്ഞ് വീണ്ടും അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. മോളെങ്ങനെയാ ഇവിടെ? അവൻ കെട്ടിയ താലിയാണോ ഇത്? അല്ല സർ, എന്നെ. അവൾ കരച്ചിലൂടെ പറഞ്ഞു നടന്നില്ല. മോള് വിഷമിക്കണ്ട, ശരിയായ കരങ്ങളിലാ ദൈവം മോൾ എത്തിച്ചത് എന്ന് കരുതിയാൽ മതി. ഇതുപോലെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു സ്ഥലം കാണില്ല. അവനൊരു പാവ,
കുറച്ച് എടുത്തിയാട്ടോ മുൻശുണ്ടിയുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ പേര് കേശവൻ എന്നായിട്ടോ. മോള് കേശുവേട്ടാന്ന് വിളിച്ചോ. അവനും സ്നേഹം കൂടുമ്പോൾ എന്നെ അങ്ങനെയാ വിളിക്കാറ്. ഓ, കഥ പറഞ്ഞിരുന്നില്ലേ? തിന്നാണെന്തെങ്കിലും എടുത്തോക്ക്, കോടൽ കയറിയുന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിലേക്ക് ചാഞ്ഞു. ഓ, വെറുതെ അല്ല ഒരു ചീഞ്ഞ മണം അല്ലേ മോളെ? ഓ, തമാശതാവും. പെണ്ണിനെ കണ്ടപ്പോ കിളവന്റെ ഒരു ഇളക്കം. ഒന്ന് പോടാ ചെക്ക, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കില്ലേ നീ. മോള് വാ, മുറി കാണിച്ചുതരാം എന്നും പറഞ്ഞ് അവനൊന്ന് ഇരുത്തി നോക്കി അവളെയും കൊണ്ട് അയാൾ മുറി കാണിക്കാൻ പോയി. നടന്നു പോകുന്ന വഴി ഒന്ന് നോക്കിയവൻ അവന്റെ ദയിപ്പിക്കുന്ന ഓട്ടം കണ്ടതും ആൾ മുഖം താഴ്ത്തി നടന്നു. ഈ കിളവനിത് മനസ്സിൽ പറഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നു അവൻ. ഗൗരി നാലുപാട് നോക്കി. നല്ല വൃത്തിയുള്ള മുറി, ഒരു ഡബിൾ കോട്ട് കട്ടിൽ, ഒരു ചെറിയ ടീപ്പോയി, ചെറിയൊരു അലമാര, അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു മുറി. മോള് കുളിച്ചിട്ട് താഴേക്ക് വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. മോൾക്ക് കുളിച്ചിട്ട് മാറാനൊന്നുമില്ലല്ലേ? സാരല്ല, ഞാനിപ്പോ വരാം എന്നും പറഞ്ഞ് അയാൾ ആ മുറിയിൽ നിന്ന് പോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു അവൾ. നടന്നെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. കട്ടിലേക്ക് തകർന്നിരുന്നവൾ കണ്ണുനീർ ചാലിട്ടൊഴുകി. ഇതാ മോളിതിട്ടോ, മോൾക്ക് നല്ലപോലെ ചേരും. കുറെ നാളായി വാങ്ങി വെച്ചിട്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, മോള് വേഗം വാ. കവറ് തുറന്നു നോക്കി ഗൗരി. കരിനീല നിറത്തിലുള്ള ഒരു ചുരിദാറ്. ശേഷം ബാത്റൂമിൽ കയറി മിററിൽ തന്നെ മുഖം നോക്കി. മാഞ്ഞു തുടങ്ങിയ സിന്ദൂരം. ടാപ്പ് തുറന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് അടിച്ചുകൊണ്ട് ശക്തിയിൽ അമർത്തി തുടച്ചവൾ. കഴുത്തിൽ കിടക്കുന്ന താലി കഴുത്തിന് മുറിപ്പെടുത്തുകൊണ്ട് പൊട്ടിച്ചെടുത്തു. ഡസ്റ്റ്ബിനിലിട്ടു. ശരീരത്തിൽ വീഴുന്ന ഓരോ വെള്ളത്തിന്റെ തുള്ളിയും ശരീരത്തിന് എന്ന പോലെ തന്നെ മനസ്സിനെയും തണുപ്പിക്കുന്നതായിരുന്നു. താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിൾ രുദ്രൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടതും മടിയോടെ നിന്നു ഗൗരി. അവളെ കണ്ടതും ആഹാ, മോള് വന്നോ, വാ ഇരിക്കി. കേശുവേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രനെതിരായി വന്നിരുന്നവൾ മുഖമുയർത്തി നോക്കിയതും പെട്ടെന്ന് അവന്റെ മുഖം കോപത്താൽ ചുവന്ന് വലിഞ്ഞു മുറുകി. എടീ, ഒരലർച്ചയായിരുന്നു. അത് കേട്ടതും കേശുവേട്ടന്റെ കയ്യിൽ നിന്ന് ചിക്കൻ കറിയുടെ ബോള് ചെക്കന്റെ അലർച്ചയിൽ താഴെ വീണ് ചിന്നിച്ചിതറി. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗൗരി. ശരീരം വിറകൊണ്ടു. നിന്നോട് ആരടി പറഞ്ഞു ഈ ഡ്രസ് എടുത്തിട്ടോ? പറയടി, ഊരടി, ഊരാൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ. മോനെ, അത് ഞാനാ പറഞ്ഞു, ഞാനത് കൊടുത്ത്. അവൾക്ക് വേറെ ഒന്നും ഇടാനില്ലാത്ത കാരണം. ഇല്ലെങ്കിൽ കണ്ണി കണ്ടെടുത്തു കൊടുക്കോ, ഇല്ലെങ്കിൽ ഇടേണ്ടവളൊക്കെ. അതാ നല്ല. അവന്റെ ഓരോ വാക്കുകളും അവളെ കുത്തി നോവിച്ചു. രുദ്ര, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അതൊരു പെൺകുട്ടിയാന്നുള്ള ബോധം വേണം. അയാളൊരു താക്കീത് പോലെ അവനോട് പറഞ്ഞു. പിന്നെ ഇവളിതിട്ടത് അവൾക്ക് ഏച്ചോടാ, മതി, നിർത്ത്. രുദ്ര ഇടയിൽ കയറി പറഞ്ഞു. മര്യാദയ്ക്കുള്ളോട് ദൂരാൻ പറ. അവനവളെ നോക്കി. ദേഷ്യത്താൽ അവന്റെ മുഖം വലിഞ്ഞു മുറിയിരുന്നു. ഗൗരിക്ക് ആ മുഖത്തേക്ക് നോക്കാനേ തോന്നിയില്ല. അവൾ ചുരിദാറിൽ വിരലുകൾ മുറുക്കി നിന്നു. അത് തന്നെ ചുട്ടുപൊളിക്കുന്നതായി തോന്നി അവൾക്ക്. ഇപ്പൊ അവളത് ഊരുന്നില്ല, കേട്ടല്ലോ. പെൺകുട്ടികളോടല്ല നിന്റെ തിണ്ണുപിടുക്ക് കാണിക്കേണ്ടത്. നീ വലിയ പോലീസായിരിക്കും, അതൊക്കെ അവിടെ സ്റ്റേഷനിൽ മതി. ഇപ്പൊ നീ പോയി ഉറങ്ങാൻ നോക്ക്. ഓടാ, എടാ പോവാൻ. മോള് ചെന്ന് കിടന്നോ, നല്ല ക്ഷീണം കാണും. കേശുവേട്ടൻ പറഞ്ഞു. ആളെയും തർപ്പിച്ചു നോക്കി. ശേഷം അവൻ മുറിയിലേക്ക് പോയി. ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഗൗരി. താൻ ഇനി ഇവിടെ നിന്നുകൂടാ, പോകണം. ആർക്കൊരു ഭാരമായി കൂടാ. പഴയ ഓർമ്മകൾ അവളെ തളർത്തി. പിഴച്ചുപോയ പെങ്ങളും അവൾക്കുണ്ടായ മകളും എന്നും അമ്മാവനൊരു ഭാരമായിരുന്നു. അമ്മ മരിച്ചതോടുകൂടി താൻ ഒറ്റപ്പെട്ടു പോയി. പിഴച്ചുപറ്റ സന്തതി എന്ന കളിയാക്കൽ, അപമാനം, പിന്നെ ഒരു കാരണവുമില്ലാതെ അമ്മായിയുടെ തല്ലും വഴക്കും. മറ്റു കുടുംബക്കാരുടെ നിർബന്ധപ്രകാരം ഡിഗ്രി വരെ പഠിക്കാൻ വിട്ടു. പിന്നെ എപ്പോഴും അയാൾ വന്നു തന്റെ ജീവിതത്തിലേക്ക്. ആദിത്യൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പലവട്ടം ഒഴിഞ്ഞു പോയതാണ്. പക്ഷെ എപ്പോഴോ വിശ്വസിച്ചു പോയി. താൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. ആദി എൻ്റെ എല്ലാ സങ്കടങ്ങളിലും അവനായിരുന്നു ആശ്രയം. പ്രണയിച്ചു പോയി താൻ മറ്റെന്തിനേക്കാളും. ഇറങ്ങിപ്പോന്നു. താലി കഴുത്തിൽ കുരിക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല താൻ ചതിക്കപ്പെടുകയാണെന്ന്. ഓർമ്മകളുടെ തിരയിൽപ്പെട്ട് ഉഴറി. എന്തു ചെയ്യും, എവിടെ പോകുമെന്നറിയാതെ അങ്ങനെ എപ്പോഴും അവൾ ഉറങ്ങിപ്പോയിരുന്നു. ആരുടെയോ സംസാരം കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലേക്ക് പോകാനിറങ്ങി അവളുടെ കൈ പുറകിൽ നിന്നും ആരോ പിടിച്ചു വലിച്ചു. അവൾ കണ്ടു സങ്കടത്തോടെ നിൽക്കുന്ന ആ മനുഷ്യനെ, കേശുവേട്ടനെ. അയാളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് തോന്നി എന്തോ പറയാനുണ്ടെന്ന്. മോളെന്നെ ഒന്ന് സഹായിക്കുമോ? മോളുടെ അച്ഛനാണ് പറയുന്നതെന്ന് കരുതിയാൽ മതി. ആ പാവം യാചിക്കുന്ന പോലെ തോന്നി ഗൗരിക്ക്. എന്താ കേശുവേട്ടാ, എന്താ പറ്റിയത്? എന്തോ ഒരു പ്രശ്നമുള്ളതായി അവൾക്കും തോന്നി. മോള് വാ. അവളുടെ കൈ പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. മുറി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് രുദ്രന്റെ മുറിയാണെന്ന്. നാലുപാടൊന്ന് നോക്കി അവൾ. എന്തോ വീർപ്പ് മുട്ടുന്ന പോലെ തോന്നി അവൾക്ക്. അയാൾ അലമാര തുറന്ന് എന്തോ തപ്പുന്നുണ്ട്. കുറച്ചു നേരത്തെ തപ്പലിന് ശേഷം അയാൾ ഒരു ബോക്സുമായി അവളുടെ അടുത്തേക്ക് വന്നു. മോൾ ഇതൊന്ന് കഴുത്തിലിട്ടേ.
പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ട് ഞെട്ടി അവൾ അയാളെ നിർമ്മിഴികളോടെ നോക്കി. ഇത് എങ്ങനെയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ താഴെ നിന്ന് ഒരാൾ ഒരുക്കുന്നുണ്ട്, മോളുടെ ജീവൻ രക്ഷിച്ചവൻ. അവനു വേണ്ടി മോളോട് ഞാൻ കെഞ്ചുക. അതുകൊണ്ട് മോൾക്കൊരു കുഴപ്പവും പറ്റില്ല. പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. മോള് താഴേക്ക് വാ, ഞാൻ അവിടെ കാണും. വിറക്കുന്ന കൈകൾ കൊണ്ട് അവൾ അത് എടുത്തു. സ്വർണ്ണമാലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു താലി, പിന്നെ ഒരു സിന്ദൂര ചെപ്പും. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആളവിടെ തറഞ്ഞു പോയി. നീ എന്താ രുദ്രദേവ് ഒന്നും മിണ്ടാ നിൽക്കുന്നത്? നാവറങ്ങിപ്പോയോ? ഇവൻ മിണ്ടില്ല. കാരണം ഇവന്റെ കൂടെ ഏത് പെണ്ണ് വരാനാ? എന്നാലും പൊറുപ്പിക്കില്ല ഈ ചന്ദ്രമതി. എന്റെ മോളെ കൊന്നവനാ നീ. നീ വേറൊരു പെണ്ണുമായിട്ട് ജീവിക്കില്ല, സമ്മതിക്കില്ല ഞാൻ. അത് നിനക്കും അറിയാലോ. ഒരിക്കലും നല്ലപോലെ അറിഞ്ഞല്ലേ നീ. അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് പുച്ഛവും അവനോടുള്ള ദേഷ്യവും തെളിഞ്ഞിരുന്നു. ഏതവളയാടാ നീ രാത്രി കൂടെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. നീ വലിയ പോലീസല്ലേ? ഉത്തരം പറയടാ. രവീന്ദ്രൻ അവന് നേരെ ചേരി. ഞാൻ പറഞ്ഞാ മതി ഉത്തരം, അല്ലേ വേണ്ട കാണിച്ചു തരാം. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അയാളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ 3 പേരും കണ്ടു ഗൗരിയുടെ കൈ പിടിച്ചു വരുന്ന കേശവനെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പെൺകുട്ടി ഇതാ. അവളെ ആർക്കുമ്പിലായി കൊണ്ടു നിർത്തി. അവരുടെ കണ്ണുകൾ അവിടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലും സീമന്തരേഖയിലെ സിന്ദൂരത്തിലുമായിരുന്നു. കണ്ടത് വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം നോക്കി. ഇവളാണ് എന്റെ രുദ്രന്റെ ഭാര്യ, ഗൗരി നന്ദ. അയാളിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടിലോടെ രുദ്രൻ അയാളെ നോക്കി. മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും മിണ്ടാതെ ഒരു പാവയെ പോലെ നിൽക്കുകയാണ് ഗൗരി. ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടി തോന്നി അവൾക്ക്. കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മി. കേശുവേട്ടാ, എന്താ പറയുന്നത്? എന്താ പറഞ്ഞത് നീ കേട്ടതല്ലേ രുദ്ര? അവൻ പറയുന്ന കേൾക്കാതെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന് കേശവൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം നിങ്ങൾക്ക്. മോളുടെ കഴുത്തിൽ കിടക്കുന്നത് ഇവന്റെ പേരുത്തിയ താലിയാ, രുദ്രദേവ് എന്ന പേരുത്തിയ താലി. ഇല്ല, വിശ്വസിക്കില്ല ഞാൻ. കൊല്ലും ഞാനിവിടെ. ചന്ദ്രമതി അലറി. എന്റെ മോൾ കിട്ടാത്ത ഭാഗ്യം കിട്ടേണ്ട ആർക്കും സമ്മതിക്കില്ല ചന്ദ്രമതി. കൊല്ലും, കൊന്ന് കുഴിച്ചു പോണു ഞാൻ. ദേഷ്യത്തോടെ പറഞ്ഞ് ഗൗരിയുടെ നേർക്ക് പാഞ്ഞവർ. അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തിയ രവീന്ദ്രൻ. മതി, നീ വാ ചന്ദ്ര, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പറഞ്ഞുകൊണ്ട് രൂക്ഷമായി അവരെ നോക്കി രവീന്ദ്രൻ. ശേഷം ചന്ദ്രമതിയും കൊണ്ട് അവിടുന്ന് പോയി. അവരവിടുന്ന് പോയത്. കേശുവേട്ടാ, എന്താ നിങ്ങൾ പറഞ്ഞ്? ഇവളെന്റെ ഭാര്യയാണെന്നോ? നിങ്ങൾ രാവിലെ തന്നെ നന്നായിട്ട് മോന്തിയിട്ടുണ്ടോ? നിന്നെ ഞാൻ എപ്പോഴാടി കെട്ടിയത്? ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞവൻ. പറയാൻ എപ്പോഴാന്ന്? കഴുത്തിൽ കിടക്കുന്ന താലി കൂടി കണ്ടതും അതുവരെയുള്ള അവന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. ആരോട് ചോദിച്ചിട്ടാണ് ഇതിട്ടത്? മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാൻ ചെയ്യുന്നല്ലേ ഇതെല്ലാം? ചോദിച്ചുകൊണ്ട് ആളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വേദന കൊണ്ട് പിടഞ്ഞു ഗൗരി. വിടാവളെ, വിടാൻ! അയാൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തിനിട്ടൊരടിയായിരുന്നു. ഇത്രയും നേരം അവര് പറഞ്ഞൊരു വാക്കിന് പോലും തിരിച്ചൊന്നും പറയാൻ നിൽക്കുമായിരുന്നല്ലോ നീ. എന്തായിരുന്നു നിന്റെ വായിൽ പഴം തിരികെ വെച്ചിരുന്നോ? ഇപ്പൊ എവിടെ നിട്ടിടാൻ നോക്കിയ ധൈര്യം? ഞാൻ പറഞ്ഞിട്ടാ ഇവളത് ചെയ്ത്. എന്നെ വേണമെങ്കിൽ തല്ലിക്കോ നീ. പക്ഷെ ഇവളെ തൊട്ടാ ആ തൊട്ട കൈ ഞാൻ വിട്ടും. ഈ ഭാവത്തിന് ഇതൊന്നും അറിയില്ല ഒന്നും. പക്ഷേ എനിക്കറിയാല്ല, അത് മറക്കണ്ട നീ. അയാളുടെ വാക്കുകൾ ദൃഢമായതായിരുന്നു. എല്ലാം കേട്ടതും ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി ഭിത്തിയിൽ ആഞ്ഞു പഞ്ച് ചെയ്തു. അതൊരു ഞെട്ടിലോടെ നോക്കിക്കാണുകയായിരുന്നു ഗൗരി. ആ രോഷാഗ്നിയിൽ വെന്തുപോകുന്ന പോലെ തോന്നിയൊരു നിമിഷം. ശേഷം ഒരു കാറ്റുപോലെ ആ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി രുദ്രൻ. ഒന്നും മനസ്സിലാവാതെ ഭിത്തിയിൽ ചാരി നിന്ന് അവൾ. മോളെ, അത് ഊരണ്ട, അവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കില്ല. ആരെയും പേടിക്കാതെ ജീവിക്കാൻ ഇനി മോൾക്ക്. പിന്നെ ഇന്ന് കൂട്ടിനൊരാൾ വരും കേട്ടോ. പറയുമ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ആരെ കേസിട്ട് വരുന്നേ? ഭദ്രമോള്, ആ വിട്ടുപോത്തിന്റെ അനിയത്തി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ വർത്തമാനം ഗൗരിയിലും ചിരി ഉണർത്തി. ആ പെണ്ണ് ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിക്കുന്നത്. ഇപ്പൊ മോൾക്കൊരു കൂട്ടിന് വരുന്ന. പിന്നെ രാവിലെ വന്ന 2 സാധനങ്ങളില്ലേ, അവരുടെ ശല്യം സഹിക്കാൻ പറ്റാത്തോണ്ടാ അവളെ കൊണ്ട് ഹോസ്റ്റലാക്കിയത്. വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ. കേശുവേട്ടാ, അതാരാ അവരിത്തേക്ക് പറഞ്ഞിട്ട് സാറെന്തൊന്നും പറയാതിരുന്ന്? എന്റെ മോന് സമാധാനം കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയവരാ അവര്. അവന്റെ അച്ചമ്പങ്ങളും അവളുടെ ഭർത്താവും. അത് പറയുമ്പോൾ അയാളുടെ സ്വരമിടറിയിരുന്നു. എന്റെ യൂണിഫോമായിട്ട് കേശുവേട്ടാ, എനിക്ക് പോകാൻ നേരായി. ആദ്യത്തുനിന്ന് രുദ്രന്റെ അലർച്ച കേട്ടോ സംസാരം നിർത്തിയ അയാൾ. എന്റെ മോളെ, തുടങ്ങിയവൻ ഇനി പോകുന്നവരെ അലർച്ചയായിരിക്കും. മോളൊരു കാര്യം ചെയ്യേ, അടുക്കളയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കോ. അപ്പോഴേക്കും ഞാൻ ചെന്ന് യൂണിഫോം എടുത്ത് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇന്നത്തേക്ക് അത് മതിയാവും. ഒരു ചിരിയാലെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. ഗൗരി ഒന്ന് ചിരിച്ചു. ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി. എന്റെ യൂണിഫോം കാണാനില്ല, ബെൽറ്റ് അതെവിടെ? ചോദിച്ചുകൊണ്ട് അവൻ നിന്ന് പറച്ചു.
എന്റെ രുദ്ര ഈ അലമാര തുറന്ന ഏറ്റവും അടിയിലെ കള്ളിയിലുണ്ട്. അവിടെ നോക്കിയോ നീ? എല്ലാ സാധനങ്ങളും ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. അതെങ്ങനെയാ അടുക്കും ചിട്ടെന്ന് വാക്കറിയും നിങ്ങൾക്ക്? അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നവൻ. അതെ, നീ ഒരു കാര്യം ഓർക്കണം. ഞാൻ നിന്റെ വേലക്കാരനല്ല, നിന്റെ തന്തയാ. തന്ത അത് ഓർമ്മ വേണം. ഏതെങ്കിലും മക്കള് സ്വന്തം തന്തയെ പേര് വിളിക്കുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കിത്തിരി തെണ്ണുണ്ടടാ എന്നും പറഞ്ഞ് കണ്ണുടക്കുന്നവരെ കാണിച്ച് ഇടം കണ്ടിട്ട് നോക്കിയവനെ ഒരു ചിരിയാലെ അയാൾ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, അതാ ഒരു പെണ്ണെട്ടാൻ പറയുന്നത്. അപ്പൊ നീ വലിയ മിസ്റ്റർ ബ്രഹ്മചാരിയാവാൻ പോവല്ലേ? അധികമൊന്നും പറയണ്ട, എനിക്ക് കഴിക്കാന്നെല്ലാം എടുത്തു വെക്ക്. രുദ്രൻ യൂണിഫോം ഷർട്ട് ഇടുന്നതിൽ പറഞ്ഞു. അതവിടെ ഗൗരിമോൾ എടുത്തു വെക്കുന്നുണ്ട്. അല്ല, ഏതായാലും എല്ലാവരും അറിഞ്ഞു. എന്നാ പിന്നെ നമുക്കിതങ്ങോട്ട് നടത്തിയാ ചേരേണ്ടതല്ലേ ചേരാൻ പാടുള്ളൂ. അത് കേട്ടതും രുദ്രൻ സംശയത്താൽ കേശവനെ നോക്കി. ഓഹോ, അപ്പൊ അതാണ് കിളവന്റെ പൂതി. ആ പൂതി അങ്ങ് എട്ടായിട്ട് മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം. എന്നെ കൊണ്ട് അധികം നല്ല വർത്താനം പറയിപ്പിക്കരുത് ഏട്ടല്ലോ. അതും പറഞ്ഞ് ആ പുറംതിരിഞ്ഞൊന്ന് മുടി ചെയ്യാൻ തുടങ്ങി. എന്റെ മോ ഇത് തന്നെ എന്നും പറയണം. കൈ കിട്ടിയ അത് മുഴുവൻ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ കയറിയവൻ. മതി, നിർത്ത്. ഇതിവിടെ വെച്ച് നിർത്തിക്കോ, അതാ നിങ്ങൾക്കും എനിക്ക് നല്ലത്. കയ്യിൽ കിട്ടിയ മഹാലക്ഷ്മി എന്ന് പറയാനല്ലേ ഇപ്പൊ ആ നാക്ക് വളച്ച്? മര്യാദക്ക് പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. അവനെ അയാൾക്ക് നേരെ അലറി. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതും പറഞ്ഞ് കേശവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കേട്ടതും കയ്യിൽ നിന്ന് ചീർപ്പ് ദേഷ്യത്തോടെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് രുദ്രൻ. കേശവേട്ടാ, കേശവന്റെ ആരാ സാറ്? ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നതിൽ ഗൗരി ചോദിച്ചു. അത് കേട്ടത് അയാളൊന്ന് ചിരിച്ചു. അതോ, അത് ഞങ്ങൾ തമ്മില്, അതായത് ഞാനും അവനും തമ്മില് ചെറിയൊരു ബന്ധം ഇല്ലാതില്ല. ചെറിയൊരു ബന്ധമുണ്ട്. ഏകദേശം എന്റെ മകനായിട്ട് വരും. അത് പറഞ്ഞ് ചെറിയൊരു ചിരിയോടെ അവളെ നോക്കി. അവിടെ നിന്നും പോകുന്ന അയാൾ അന്തം വിട്ട് നോക്കിയെന്ന് ഗൗരി. സ്വന്തം അച്ഛനെ കയറി ആരെങ്കിലും ഏട്ടാന്ന് വിളിക്കുവോ? ആളിൽ വീണ്ടും സംശയമുള്ളെടുത്തും അത് അയാളോട് തുറന്നു ചോദിച്ചു. വിളിക്കും, എന്റെ മോൻ വിളിക്കും, കേട്ടില്ലേ? പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ചിരിച്ചു. ആ ചിരിയിൽ പോലും എന്തോ നോവുള്ളതായി തോന്നി അവൾക്ക്. അപ്പോഴേക്കും രുദ്രൻ റെഡിയായി കഴിക്കാനായി ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരുന്നു. അവനെ കണ്ടതും ഗൗരി കുറച്ചങ്ങോട്ട് മാറിയിരുന്നു. അത് കണ്ടതും മോളെന്തിനാ അവിടെ മാറിക്കുന്നത്? ഇങ്ങ വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം, കേശവൻ പറഞ്ഞു. അത് കേട്ടത് അവൾ ഇടം കണ്ടിട്ട് നോക്കി അവനെ. പെട്ടെന്ന് അവന്റെ കണ്ണിലെ രൗദ്രഭാവം കണ്ട് അവിടെ തന്നെ നിന്നു അവൾ. നീ ഇങ്ങോട്ട് വന്നിരിക്കും മോളെ, ഇവൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയയാൾ. ഇതെന്തായി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതെങ്ങനെ മനുഷ്യൻ വായിൽ വെച്ച് കഴിക്കും? ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. അതോ, കുറച്ച് കറി കൂടെ ഒഴിച്ചങ്ങ് ഇറക്കിക്കോ. ഇനി അതും വേണമെങ്കിൽ ചായ കൂടി കടിച്ചോ. അതും പോരെങ്കിൽ ഒരു പഴയെടുത്ത് കൂട്ടി ഒരു പിടുത്തം പിടിച്ചാതെ ഇതങ്ങ് തീരും. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കേശവേട്ടൻ. എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റവൻ. ശേഷം കൈ കഴുകി ജീപ്പും എടുത്ത് പോയി രുദ്രൻ. അവന്റെ ജീപ്പ് കണ്ണിൽ നിന്ന് മായുന്നവരെ കഴിക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന് ഗൗരി. കേശുവിന്റെ മകനെന്താ ഇങ്ങനെ ഒരുമാതിരി വെട്ടുപോത്തിനെ പോലെ? അവൾ ചോദിച്ചു. എടി കാന്താരി, അപ്പൊ നിനക്ക് നാക്കുണ്ടല്ലേ, അവൻ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു അയാൾ. അത് കണ്ടതും ചെറിയൊരു ചമ്മലോടെ ഗൗരിയും. മോളെന്നോട് ചോദിച്ചില്ലേ അവനെന്താ അച്ഛാന്ന് വിളിക്കാത്തെന്ന്? അവനായതുകൊണ്ടാ എന്നെ ഇപ്പോഴും ഒരു കുറവ് വരുത്താൻ നോക്കുന്നത്. വേറെ വല്ല മക്കളുമായിരുന്നെങ്കിൽ ഉപേക്ഷിച്ചേനെ. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് മോളെന്നെ കാണുമായിരുന്നെങ്കിൽ മോള് എന്നെ വെറുക്കുമായിരുന്നു. ഒരു മുഴുക്കുടിയൻ, ഭാര്യയും മക്കളെയും തല്ലുന്ന കുടുംബം നോക്കാത്ത ഒരച്ഛൻ. എൻ്റെ രുദ്രനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ അവനിപ്പോൾ കാണുന്ന ഈ നിലയിലെത്തിയത്. ഒരിക്കൽ കുടിച്ചു ബോധമില്ലാതെ ഞാൻ ഓടിച്ച ജീപ്പ് പറഞ്ഞിട്ടാ രുദ്രൻ്റെ അമ്മ, അതായത് എൻ്റെ സാവിത്രി പോയത്. അന്ന് അവൻ നിർത്തിയതാ അച്ഛാന്നുള്ള വിളി. എന്നെ വെറുത്തില്ല അവൻ, എനിക്കത് മതി. എൻ്റെ മോൻ പാവാ മോളെ. പിന്നെ ഒരു തെറ്റുകൂടി ചെയ്തു ഞാൻ. അവനോട് ചോദിക്കാതെ, അവൻ്റെ മനസ്സ് കാണാതെ ഞാനൊരു വാക്ക് കൊടുത്തു. അത് കാരണം നഷ്ടങ്ങളുണ്ടായതും അവന് മാത്ര. കൺമുമ്പിൽ അതിങ്ങനെയുണ്ട്. ആ വാക്ക് എനിക്ക് പാലിക്കണം. അതാ ഇപ്പൊ ഈ കിളവൻ്റെ ആഗ്രഹം. അതും പറഞ്ഞുകൊണ്ട് ഒരു നോവുള്ള ചിരിയിരിച്ചു അവളെ നോക്കിയ അയാൾ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ആ അച്ഛനും മകനോടുള്ള സ്നേഹം, ചെയ്തുപോയ തെറ്റുകളുടെ വ്യാപ്തി, അത് മനസ്സിലാക്കിയുള്ള തിരിച്ചറിവ്, അതുമൂലമുണ്ടായ വേദന, അത് ഗൗരിക്ക് ഒരു നോവായി മാറി. 2 കൈകൾ അവളെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. ശേഷം കവിളിലൊരു ഉമ്മയും. ഒരു നിമിഷം ഞെട്ടി പുറകോട്ട് നോക്കി ഗൗരി. ഒരു പെൺകുട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്കൈ ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടുമാണ് വേഷം. തോളോളം ക്രോപ്പ് ചെയ്ത മുടി, വിടർന്ന ഭംഗിയുള്ള കണ്ണുകൾ. ഗൗരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൾക്ക് അഭിമുഖമായി നിർത്തി. ഞാനൊന്ന് കാണട്ടെ എന്റെ പുന്നാരേട്ട താലിയെട്ടാത്ത ഭാര്യയെ. പറയുമ്പോൾ ആ കണ്ണുകൾ ഈറനാവുന്ന കണ്ട് ഗൗരി. പെൺകുട്ടി വീണ്ടും അവൾ ഇറുകെപ്പോണെന്ന് കരയുകയാണ്. പക്ഷെ അതെന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല അവൾക്ക്. ഞാൻ ശിവാനി,
ഈ നിൽക്കുന്ന കേശുവേട്ടന്റെ മകളും ACP രുദ്രദേവിന്റെ ഒരേ ഒരു അനിയത്തിയുമായ ശിവാനി കേശു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. ഹോസ്റ്റലിൽ എന്ന വനവാസ ജീവിതം അവസാനിപ്പിച്ചിങ്ങ് പോകുന്നു. എനിക്കിനി ഇവിടെ കൂട്ടിന് ആളുണ്ടല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് പറയുകയും ഗൗരിയുടെ കൈകളിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. ആരുമില്ലാത്ത തനിക്കിപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ സ്നേഹിക്കാൻ, താങ്ങാവാൻ. ഓർത്തുപോയതും കണ്ണുകൾ നിറഞ്ഞുപോയി ഗൗരിയുടെ. അതവർ രണ്ടുപേരും കാണാതെ തുടച്ചുകളയുകയും ചെയ്തു. ഉറങ്ങിക്കിടന്ന വീട് പെട്ടെന്ന് ഉണർന്ന പോലെ തോന്നി ഗൗരിക്ക്. ഏട്ടന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയിലാണ് മൂവരും. എല്ലാം ഒരുവിധം ഉണ്ടാക്കി കാത്തിരുന്ന രുദ്രന് വേണ്ടി. രാത്രിയിൽ കുറച്ച് താമസിച്ചിട്ടാണ് രുദ്രൻ വന്ന പാടെ അവൻ കണ്ടു. TV-യിൽ സനം തേരി കസം ഫിലിം കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3 പേരും. ശിവയുടെയും ഗൗരിയുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. കേശുവേണ് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ രണ്ടുപേരെയും നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ശിവ, പഠിക്കാനൊന്നും റെഡി നിനക്ക്? അവന്റെ അലർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഫിലിമിൽ നിന്ന് കണ്ണെടുത്ത് ഗൗരിയുടെ മടിയിൽ തലവെച്ച് കിടന്ന ശിവാനി ചാടി എണീറ്റു. ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കാതെ നിലത്തേക്ക് തന്നെ നോക്കിയെന്നു. രുദ്രൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ചോദിച്ചു കേട്ടില്ലേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലെന്ന്? അല്ല, നിനക്കൊന്നും വേറെ പണിയില്ലേ ഇതൊക്കെ കണ്ട് കരയാൻ? അല്ലെങ്കിൽ എന്തിനാ നിന്നൊക്കെ പറയുന്നത്? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടില്ലേ, പോത്തുപോലെ വന്നിട്ട് മുടി നരച്ചു. എന്നിട്ട് ഇവിടെ ഒരാൾ കാണിക്കുന്നത്. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? എന്റെ പൊന്നാരേട്ടാ, ഇതൊന്ന് കണ്ടു നോക്ക്. റിയൽ ലവ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മോനെ റിയൽ ലവ്. സിനിമയല്ല മോളെ ജീവിതം. ഇവിടെ എല്ലാവർക്കും സ്വാർത്ഥം മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറി. അത് കേട്ടത് ശിവ കേശുവേട്ടനെ നോക്കി. ഒന്നും പറയണ്ടെന്ന് പറയാതെ പറഞ്ഞു അയാൾ. ഒരു ട്രാവൽ ബാഗ് ഗൗരിക്ക് നേരെ നീട്ടിയവൻ. അത് കണ്ട് വിടർന്ന കണ്ണുകളാലെ അവനെ നോക്കി. ശേഷം അത് വാങ്ങിച്ചവൾ. സ്റ്റേഷനിലുണ്ടായിരുന്ന നിന്റെ ബാഗ് വല്ല നഷ്ടപ്പെട്ടു പോയിട്ടോ നോക്കിക്കോ. പിന്നെ പോലീസുകാരെ കുറ്റം പറയരുത്. ഇതാ ഈ പേപ്പറിൽ സൈൻ ചെയ്തേക്ക് എന്നും പറഞ്ഞ് ഒരു പേപ്പർ ഗൗരിയുടെ നേരെ നീട്ടി രുദ്രൻ. ഇതെന്തോന്ന് വെച്ചാ, ഡിവോഴ്സ് പേപ്പറാണോ? ശിവാനി കേശുവേട്ടനെ നോക്കി പതിയെ ചോദിച്ചു. കല്യാണം കഴിക്കാതെയാണോ ഡിവോഴ്സ് ചെയ്യുന്നത്? അയാൾ അവളോട് പതിയെ പറഞ്ഞ് ചെവിയിൽ പിടിച്ചു. ആ ശരിയാണോ, ഞാൻ ഓർത്തില്ല. ചെവിയിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ശിവ. വിറകൊള്ളുന്ന കൈകളാൽ അത് മേടിച്ചു. അതിലുള്ള ഓരോ വാക്കുകളിലൂടെയും ഗൗരിയുടെ മിഴികൾ കോർക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ കണ്ണുകൾ തിളങ്ങി. തുളുമ്പി വന്ന കണ്ണുനീരാൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശേഷം അവനെ നോക്കി. ആ കണ്ണുകളിൽ കണ്ട ഒരു കരുതൽ. ആ കണ്ണുകളിൽ വർണ്ണിക്കാനാവാത്ത എന്തൊക്കെയോ മിന്നിമറയുന്നുണ്ടായിരുന്നു. അവൻ പോലും അറിയാതെ. ഏർത്തി, എന്തുപറ്റി? ഏട്ടൻ വല്ല കേസിലും കുടിക്കോ? അവൻ ചോദിച്ച് ശിവാനി ആ പേപ്പർ നോക്കി. അച്ഛാ, ഇതുണ്ടോ? ഏർത്തിക്ക് എന്റെ കോളേജിൽ തന്നെ BCom ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം. എന്റെ ഏട്ടൻ കൊലമാസ് പറഞ്ഞുകൊണ്ട് അവൾ ഗൗരിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ഗൗരി സോഫയിലേക്ക് ഇരുന്നു. അയ്യേ, പിന്നെയും കരയുന്നു. സന്തോഷം വരുമ്പോ കരയെന്ന് കേട്ടിട്ടുണ്ട്. ദേ ഇപ്പൊ കണ്ടു. ശിവ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. കേശുവേട്ടൻ ഗൗരിയുടെ മുടിയിൽ തലോടി. ശിവ, ചെറുപ്പത്തിൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ കാണുകയെന്ന്. അപ്പൊ അമ്മ പറയായിരുന്നു, നമുക്കൊരു ആപത്തിലൊരു തുണയാവുന്ന ആരാണോ അവരാണ് ദൈവമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം എൻ്റെ ദൈവം സാറല്ലേ. എല്ലാം നഷ്ടപ്പെട്ടു മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരാൾക്ക് ആരൊക്കെയായി വന്നു. പറയുമ്പോൾ വിരുമ്പിപ്പോയിരുന്നു ഗൗരി. ബെസ്റ്റ്, അതുകൊള്ളാം. നീ എൻ്റെ ഏട്ടനെ പിടിച്ച് ദൈവമാക്കിയോ? ക്ഷിപ്രകോപിയാ മോളെ, ക്ഷിപ്രകോപി. എപ്പോഴാ ത്രിക്കണ്ണ് തുറക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. രുദ്രനാണവൻ, രുദ്രൻ. എപ്പോഴാ രുദ്രതാണ്ഡവം ആടുകയെന്ന് പറയാൻ പറ്റില്ല. അതും പറഞ്ഞ് ഗൗരിയെ കെട്ടിപ്പിടിച്ചിരുന്നു ശിവ. അത്താഴം കഴിക്കാൻ രുദ്രൻ വരുമ്പോൾ 3 പേരും സ്ഥലകാലബോധമില്ലാതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്കെന്നെ സ്കൂട്ടറിൽ പോകാം കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങിയ പോരെ? രുദ്രൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല മോളെ, ബസ്സിന് പോയാൽ മതി. കേശവൻ പറഞ്ഞു. അങ്ങനെയോട് പോയി പണി നോക്കാൻ പറ, ഞാനും അടുത്തൊരു പോക്കുണ്ട് എന്നും പറഞ്ഞ് അവൾ ഇട്ടിരുന്ന ചുരിദാർ ടോപ്പും പിടിച്ച് വട്ടം കറങ്ങി. ശിവ നേരെ നിന്ന് അവന്റെ മുന്നിലേക്ക്. സുഭാഷ്, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് വേണ്ട, ഹോസ്റ്റലിൽ തന്നെ നിന്നാ മതി. ഇവൾക്ക് നിന്റെ ഹോസ്റ്റലിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോ, ഞാൻ കൊണ്ടാക്കാം. പറഞ്ഞ ശേഷം ഒരു കസേര വലിച്ചിട്ട് ശേഷം ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമാക്കറിയും എടുത്തു. ഏട്ടാ പ്ലീസ്, ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഏടത്തിയുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയിക്കോളാം. ഹോസ്റ്റലും മടുത്തു. അവിടുത്തെ ഫുഡ് കഴിച്ച് എനിക്ക് എന്നും ലൂസ് മോഷൻ ഏട്ടാ, പ്ലീസ്. അവളാദം പറഞ്ഞ് അവന് നേരെ കൈകൂപ്പി. അവരിവിടുന്ന് പോയിക്കോട്ടെ രുദ്ര. മാത്രമല്ല ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ലല്ലോ. കേശവൻ അവനോടായി പറഞ്ഞു. ഓ, ഇനി അവിടുത്തെ അഭിപ്രായത്തിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലോ? ഏടത്തിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലേ? ശിവാനി ഗൗരിയോട് ചോദിച്ചു. ആരാണ് നിന്റെ ഏടത്തി? ഇനി അങ്ങനെ വിളിക്കുന്ന കേട്ടാലുണ്ടല്ലോ. രുദ്രനെ താക്കിയതുപോലെ അവളോടായി പറഞ്ഞു. ശേഷം ഗൗരിക്ക് അഭിമുഖമായി നിന്നു അവൻ. നിന്റെ പഠിപ്പിനുള്ള കാശ് അത് ഞാൻ മുടക്കും.
അതൊരു ഔദാര്യമായിട്ട് കാണണ്ട. പിന്നെ നിനക്ക് എൻ്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ഡ്യൂട്ടി ടൈം. സാലറി കിട്ടുമ്പോൾ തിരിച്ചു തന്നേക്കണം. പിന്നെ ഇവിടെ നിൽക്കുകയോ ഹോസ്റ്റലിൽ പോവുകയോ അത് നിന്റെ ഇഷ്ടം. പറഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകാൻ എഴുന്നേറ്റു. എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൾക്ക്. തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നു, എനിക്ക് ആരും അല്ലാതിരുന്നിട്ട് പോലും. അപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ പ്ലേറ്റിൽ വീണ് ചിതറി. ഏട്ടാ ഏട്ടെന്തൊക്കെയാണ് ഈ പറയുന്നത്? ജോലിക്ക് പോയിട്ട് ചെലവാക്കിയ പൈസ തിരിച്ചു വയ്ക്കേണ്ട നാളല്ലേ? ചി, ഇത് ശരിയല്ല ഏട്ടാ. ശിവരുദ്രനോട് ചൂടായി. അതെ, നീ എന്താടാ ഈ പറയുന്നത്? രാത്രിയിൽ ജോലിക്ക് പോകാനോ? അതും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി? കേശവേട്ടനും അവനോട് ചോദിച്ചു. എന്താ പോയാല് രാത്രി പോവാൻ പാടില്ലെന്നുണ്ടോ? ഊരും പേരും അറിയാത്ത ഏതൊരു പണ്ണ മോന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവളല്ലേ ഇവള്. അപ്പൊ പേടി കാണില്ല. പിന്നെ ഇവളെ എന്റെ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ എന്റെ അമ്മായിയുടെ മോളെന്നല്ലല്ലോ, ആണോ? അതോടെ അത്രയും പറഞ്ഞ് തന്നെ കണ്ണു നിറച്ച് നോക്കിയിരുന്നവളെ അവനും നോക്കി. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ടപ്പോൾ അവനിലൊരു നോവ് പടരുന്നത് അറിഞ്ഞു. പക്ഷെ അവൻ അറിഞ്ഞിരുന്നില്ല അത് സന്തോഷത്തിന്റെ നീർമുത്തുകളാണെന്ന്. അവളിലെ മനം തുടിക്കുകയായിരുന്നു. തന്റെ ജീവൻ കാത്തവനോട്, തന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയവനോട്. പെട്ടെന്ന് അവന്റെ ശബ്ദം തേടിയെത്തി അവളെ. ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ, ഞാൻ റൂമിലേക്ക് പോവാ. അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നും കയറാൻ തുടങ്ങി. സർ, ചിലമ്പിച്ചിരുന്നു ആ സ്വരം. ഒരു നിമിഷം അവിടെ നിന്ന് അവനവിടെ വാക്കുകൾക്കായി കാതോർത്തു. നന്ദിയുണ്ട് എല്ലാത്തിനും. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ആൾ കുനിഞ്ഞ് എന്റെ പാദങ്ങളിൽ തൊട്ടിരുന്നു. പെട്ടെന്നുള്ള നീക്കമായതിനാൽ ഒന്നറങ്ങാൻ പറ്റാതെ നിന്നുപോയി. പിന്നെ ഒന്ന് ആലോചിച്ച് പുറകോട്ട് നിന്ന് രുദ്രൻ. ചെ, എന്താ ഈ കാണിക്കുന്നത്? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പറയുമ്പോൾ മുഖത്ത് ദേഷ്യം വരുത്തി അവൻ. എഴുന്നേൽക്ക്. ആരോരും ഇല്ലാത്ത ഒരാളോട് തോന്നുന്ന സാധാപം അത്രമാത്രം. അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കാണാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ പൈസ അതെനിക്ക് തിരിച്ചിട്ടണം. പഠിപ്പൊഴിയുന്നവർ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ആളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞു അവൻ. ഇനി കാല് പിടിക്കാൻ വരേണ്ട. അത്രയും പറഞ്ഞു തിരികെ സ്റ്റെപ്പ് കയറി. അല്ല, അതിന് തെറ്റില്ല ഏട്ടാ. ദൈവത്തിന്റെ കാല് പിടിക്കുന്നതിന് എന്താ എത്ര തെറ്റ്? ചെറിയ കുസൃതി ചിരിയോടെ ചോദിച്ചു ശിവ. ഒരു നിമിഷം അവിടെ നിന്ന്. എന്താ പറഞ്ഞു? രുദ്രൻ ശിവാനിയോട് ചോദിച്ചു. അത് ഒന്നുമില്ല, ഈ പെണ്ണ് വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട്. കേശവൻ അവളെ തലയിൽ കൊട്ടുകൊടുത്തു. എന്തോ എന്നറിയാത്തൊരു സങ്കടം തോന്നി ഗൗരിക്ക്. തന്നെ ഒന്ന് നോക്കിയതുപോലെ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് രുദ്രൻ പോകുന്നത് നോക്കി നിന്നു ഗൗരി. ഏടത്തി കോളടിച്ചല്ല എന്ന് പറഞ്ഞ് ഇറുകെ കെട്ടിപ്പിടിച്ച അവളെ. എന്റെ മോളെ ഏടത്തിന്ന് വിളിക്കുന്ന അവൻ കേൾക്കണ്ട, കേശവേട്ടൻ പറഞ്ഞു. ഓ, അങ്ങോട്ട് പോയി പണി നോക്കാൻ പറ, ഞാനിങ്ങനെ വിളിക്കും. ഏടത്തി കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവാനി ഗൗരിയോട് ചോദിച്ചു. ഇല്ല എന്ന് തലകാട്ടി കാണിച്ചവൾ. എന്തോ ഇപ്പോൾ ഗൗരി ആ വിളി ആസ്വദിച്ചു പോരുന്നു. ശിവാനിയുടെ കൂടെയാണ് ഗൗരി കിടന്ന്. അവൾ ഗൗരിയുടെ വയറിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. ശിവ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും മനസ്സിൽ കിടന്ന് ഒരു വെമ്പല്, അതാട്ടോ. എൻ്റെ ഏടത്തി ഇങ്ങനെ വളച്ചിട്ടില്ലേ, ഏടത്തിക്ക് എന്താ അറിയണ്ട്? ചോദിക്കേ. അത് ഈ താലി, ഈ ഡ്രസ്സ്, ഇതൊക്കെ ആരുടെയാ? എല്ലാവരും എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെ. ഇന്നലെ വന്നവര് അവരാരാ? അവരുടെ മകള് സാറിന്റെ ഭാര്യയാണോ? അവൾ ഒറ്റ ശ്വാസത്തിലെല്ലാം ചോദിച്ചു. കേട്ട് കഴിഞ്ഞതും ചാടി എഴുന്നേറ്റ് ശിവാനി. തെറ്റിയത് കുട്ടിയെ പോലെ ഗൗരിയും. സോറി ശിവ, ഇനി ഞാൻ ചോദിക്കില്ല. അത് കേട്ടതും ഒന്ന് കടുപ്പിച്ച് നോക്കി. ശേഷം പൊട്ടിച്ചിരിച്ച് ശിവാനി. എൻ്റെ ഏടത്തി ഇത്രയും ഉണ്ടകൾ ഒറ്റവടിയിൽ വെക്കരുത്, ഞാൻ താങ്ങിയെന്ന് വരില്ല. പിന്നെ ഈ താലി അവളുടെ കഴുത്തിൽ നേരെ ചൂണ്ടി ശിവ. പിന്നെ ഈ ഡ്രസ്സ്, ഇതല്ലേ ഇപ്പൊ പ്രശ്നം. ഇതിന് ആരുടെ ആണെങ്കിലും ഏടത്തിക്ക് എന്താ പ്രശ്നം? ഇപ്പൊ ഇത് ഏടത്തിയിട്ടല്ലേ, പിന്നെന്താ? ഇത് അന്വേഷിച്ച് ഇനി ആരും വരില്ല എന്നും പറഞ്ഞ് ഗൗരിയെ ശിവാനി ചേർത്ത് പിടിച്ചു. അതല്ല, അറിഞ്ഞേ നിർബന്ധമാണെങ്കിൽ കേട്ടോ. ശിവാനി പറയാൻ തുടങ്ങി. എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ കയറി കൂടി ഒരു പെണ്ണുണ്ടായിരുന്നു. അവളായിരുന്നു ഏട്ടൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. പക്ഷെ വിധി അടർത്തി മാറ്റി. ആ വിധി തന്നെ ചിലപ്പോൾ ഒന്നിപ്പിക്കുകയും ചെയ്തേക്കാം. ഗൗരിയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ ശിവാനിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. പിന്നെ സാറിന് പ്രണയം സത്യം ഭാഗ്യം ചെയ്ത കുട്ടിയവര് ഒന്നാവില്ലേ എഴുത്തി? ശിവാനി അത് പറഞ്ഞപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ഗൗരി. അവൾക്ക് ആ സമയം നെഞ്ചിനകത്തൊരു പിടച്ചിൽ തോന്നി. എന്തുകൊണ്ടാണെന്നറിയില്ല. ശിവാനി ഉറങ്ങിയിട്ടും ഗൗരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൾ. പഠിക്കണം, ഒരു ജോലി നേടണം. ആരുമില്ലാതിരുന്ന തനിക്കിപ്പോൾ ആരൊക്കെയോ ഉണ്ട്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ. സാറിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ. കണ്ടാൽ വിട്ടുപോത്താണെങ്കിലും ആള് പാവമാണ്. ഓർത്തതും രുദ്രന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആളിലൊരു കുളിരായി മാറിയതും പേരറിയാത്ത എന്തോ ഒരു വികാരം ഗൗരിയെ വന്ന് മൂടിയതും. ചിരിച്ചുകൊണ്ട് പില്ലോയിൽ മുഖം പൊഴുത്തി അവൾ. ആദിയോട് പോലും തോന്നാത്ത എന്തോന്ന് രുദ്രനോട് ഗൗരിക്ക് തോന്നി. അതെ, ഗൗരിക്ക് ഇഷ്ടമാണ് സാറിനെ. അതേസമയം തന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചാടി എഴുന്നേറ്റു. അവളുടെ മുഖം വാടി. പെട്ടെന്ന് ബാത്റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. കണ്ണാടിയിൽ മുഖം നോക്കി അവൾ പൈപ്പ് തുറന്നു.
മുഖം പല പ്രാവശ്യം കഴുകി അമർത്തി തുടച്ചു. കണ്ണാടിയിൽ കണ്ടു ചുവന്ന് തുടുത്തു നിൽക്കുന്ന തന്റെ മുഖം. എന്തോ പേരറിയാത്തൊരു വികാരം തന്നെ മൂടുന്നതായി അറിഞ്ഞു. തെറ്റാണ് ഗൗരി, തെറ്റിലേക്കാണ് നീ പോകുന്നത്. ആരുമില്ലാത്ത നിന്നെ ചെളിക്കുണ്ടിൽ നിന്ന് നിന്നെ കൈപ്പിടിച്ച് കയറ്റിയതാണ് സാറ്. ആരുമില്ലാത്ത നിനക്ക് ആരൊക്കെയോ ആയി താമസിക്കാൻ ഒരിടം തന്നു, ജോലി, പഠിക്കാനുള്ള അവസരം. അതുപോലെ ഗൗരി, എങ്ങനെ തോന്നി ഗൗരി നിനക്ക്? എന്ത് യോഗ്യതയുണ്ട് നിനക്ക്? എങ്ങനെ തോന്നി നിനക്ക് ഇത്രയും തരം താഴാൻ? ഇല്ല, ഒന്നുമില്ല. ഇനി തെറ്റുകൾ നീ ചെയ്തുകൂടാ. നിന്റെ മനസ്സ് അത് ചീത്തയാ ഗൗരി. നീ തെറ്റ് ചെയ്തു, വലിയ തെറ്റ്. അങ്ങനെ ഓരോന്നും മനസ്സിലാലോചിച്ച് ഭിത്തിയിൽ ചാരി ഷവർ തുറന്ന് ഊർന്ന് നിലത്തേക്കിരുന്നവൾ ശേഷം കൈകൾ കൊണ്ട് തലയിലടിച്ചു. വെള്ളത്തുള്ളികൾ സൂചി പോലെ കുത്തിക്കയറി. ഒഴുകുന്ന വെള്ളത്തിനൊപ്പം കണ്ണുനീര് ഒന്നായി ഒഴുകി. ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വാപുത്തിയവൾ. നിനക്ക് സ്നേഹിക്കാൻ അവകാശമില്ല ഗൗരി. ദൈവമാണെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്താണ് ചെയ്ത്? ആ തണുപ്പിൽ അവൾ ചുട്ടുപൊള്ളി. എന്നോട് ക്ഷമിക്കൂ സർ, എന്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ നന്നായി പഠിക്കും, സ്വന്തം കാലിൽ നിൽക്കും. സാറെന്നെ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് എനിക്കറിയാം. സാറിന്റെ പ്രണയം അത് തിരിച്ച് സാറിലേക്ക് തന്നെ വരട്ടെ. ഇനി തെറ്റുകളിലേക്ക് പോയിക്കൂടാ. പതറില്ല ഗൗരി നന്ദ. അമിതമായിട്ട് ഒന്നും ആഗ്രഹിക്കുകയില്ല. ഓരോന്നും പറഞ്ഞങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നവൾ. ഏടത്തി വാതിൽ തുറന്നേ, എന്തെടുക്കാ അവിടെ? ഏടത്തി! ശിവയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ഓടി വന്നിരുന്നു രുദ്രനും കേശവനും. എന്ത് വെച്ചിടി, നീ എന്തിനാ അലർന്ന്? കാര്യം പറഞ്ഞു അവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചിരുന്നു. നിലത്ത് തണുത്ത് ഉറച്ചിടക്കുന്ന ഗൗരിയെ കണ്ടതും മൂന്നുപേരും ഒരേപോലെ ഞെട്ടി. രുദ്രൻ ഓടിച്ചെന്ന് ഗൗരി അവന്റെ ബലിഷ്ഠമായ കൈകളിൽ താങ്ങിയെടുത്തു. അവളുടെ ശരീരത്തിലെ ചൂട് ഒരു നിമിഷം അവനെ ചുട്ടുപൊള്ളിച്ച്. ഒരു നിമിഷം പേടിയോടെ ശിവരുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവൾ എന്തൊക്കെയോ അവ്യക്തമായി പറയുന്നുണ്ട്, പക്ഷെ ഒന്നും വ്യക്തമല്ല. രുദ്രൻ അവന്റെ ചെവിയോടെ മുഖത്തോട് അടുപ്പിച്ചു. ആ വാക്കുകൾ കാതോർക്കാനായി. എനിക്ക് തെറ്റ് ചെയ്ത്, വലിയ തെറ്റ്. ശിവ, നീ ആ ബ്ലാങ്കറ്റിങ് എടുത്തിട്ട് വാ. നല്ല പനിയുണ്ട്, ഞാൻ ജീപ്പെടുക്കാം. നീ ഇവിടെ ഡ്രസ് മാറ്റും, ഹോസ്പിറ്റലിൽ പോവാം. അതും പറഞ്ഞുകൊണ്ട് അവനവളെ കട്ടിലേക്ക് കിടത്തി ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഒരു രാത്രി മുഴുവൻ നനഞ്ഞതിൻ്റെയാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ, ഡോക്ടർ മാഹിറ പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത് രുദ്രന്റെ വൈഫാണല്ലേ? ഗൗരിയെ നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അതെ ഡോക്ടർ. എന്റെ അരികിലേക്ക് നീങ്ങിന്നിട്ട് ശിവാനി പറഞ്ഞു. അതിനവിടെ ഒന്ന് രൂക്ഷമായി നോക്കി രുദ്രൻ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ക്യാബിനിൽ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു ഡോക്ടർ. വാടിത്തളർന്നിരുന്നു ഗൗരി. കണ്ണുകൾ പതിയെ തുറന്നു. ഒരു പുകമറ മാഞ്ഞു തെളിഞ്ഞു വന്നു എന്റെ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖം. അത് കണ്ടതും ഒരു സൈഡിലേക്ക് മുഖം തിരിച്ചു അവൾ. ആ മോളെ എഴുന്നേറ്റോ? ഞങ്ങളെങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ നീ, ചോദിച്ചുകൊണ്ട് കേശവേട്ടൻ അവിടെ മുടിയിൽ പതിയെ തഴുകി. ഇപ്പോഴും ഭാവവ്യത്യാസം ഒന്നും കൂടാതെ അവളെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ് രുദ്രൻ. നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ച്? കുളിച്ച് ചാവാളെ പുറപ്പെടായിരുന്നോ നാട്ടുപാതിരിക്ക്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ തൂങ്ങില്ലേ? അതിനെങ്ങനെയാ? എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? ഉണ്ടാവുന്നു. അവൻ അലറി. അവന്റെ ഓരോ വാക്കുകളും അവളെ കുത്തി വേദനിപ്പിച്ചു. അവളിലേക്ക് നോക്കാനാവാതെ അവൾ മുഖം താഴ്ത്തി. ഏട്ടാ നിർത്ത്, മതി പറഞ്ഞ്. ഇതൊരു ഹോസ്പിറ്റലാ. ഏടത്തി കരയിക്കാനാണോ ഏട്ടന്റെ ഉദ്ദേശം? ശിവ അവൻ നോക്കി ചോദിച്ചു. ആരാണ് നിന്റെ അടുത്തി? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർത്തിക്കോളാം ഇന്നത്തെ കൊണ്ട് എല്ലാം. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ശിവ, ചോദിച്ചുകൊണ്ട് അവൾ നേരെ കയ്യോങ്ങിയവൻ. രുദ്ര, നിർത്താൻ. എന്താണ് നിനക്ക് പറ്റിയത്? അവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് കേശവൻ ചോദിച്ചു. അപ്പോൾ നെഞ്ചു നേറിയ ഒരു പെണ്ണ് ഒരുക്കുന്നത് അറിഞ്ഞില്ല അവൻ. എല്ലാം പാക്ക് ചെയ്തിട്ട് വാ, ഡിസ്ചാർജായി. ഞാൻ താഴെ ജീപ്പിന്റെ അടുത്തുണ്ടാവും. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്ര അവിടെ നിന്നും പോയി. മോള് വിഷമിക്കണ്ട, അവനൊന്ന് പേടിച്ചു, അതാ. കേശവൻ ഗൗരിയെ സമാധാനിപ്പിച്ചു. വീട്ടിൽ ചെന്നും ജീപ്പിൽ നിന്നിറങ്ങിയവൾ രുദ്രൻ വാതിൽ തുറന്ന് അകത്തേക്ക് പോകാനായി തുടങ്ങിയതു. സർ, തകർന്ന അവളുടെ സ്വരം അവനെ തേടിയെത്തി. അത് കേട്ടതും അവിടെ നിന്നവൻ. അവൻ കണ്ടു തന്നെ നോക്കാതെ മിഴികൾ താഴ്ത്തി മുഖം തരാതെ നിൽക്കുന്നവളെ. എന്താ? കപടദേശത്താൽ മൂളി അവൻ. സർ, നാളെ മുതൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. നന്ദി എല്ലാത്തിനും. ഒരിക്കലും വീട്ടാൻ പറ്റാത്ത കടാണെന്നറിയാം. എനിക്ക് വേണ്ടി മുടക്കിയ രൂപ ഞാൻ മടക്കി തന്നോളാം. അതും പറഞ്ഞ് കഴുത്തിൽ കിടന്ന താലിയൂരി അവന് നേരെ നീട്ടി. എനിക്കിനി അഭിനയിക്കാൻ വയ്യ സർ. ഗൗരിയുടെ വാക്കുകൾ കേട്ട് ശിവാനി അവളെ നോക്കി നിന്നു. രുദ്രനൊരു ഭാവമാറ്റമില്ലാതെ അവളോടായി പറഞ്ഞു. നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, ശിവയും വരും. ഏടത്തി എന്താ ഈ പറയുന്നേ? ഞാൻ നിന്റെ ഏടത്തിയല്ലേ ശിവ. ഞാൻ നിങ്ങളുടെ ആരുമല്ല. ഞാൻ തനിയെ പോയിക്കോളാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിയിരുന്നു ഗൗരി. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം ഒരു ഞെട്ടലായിരുന്നു. അവരിൽ ഒരാളൊഴികെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.